നമ്മുടെ നാട്ടിലെ ചാനൽ ചർച്ചകളിലൊന്നും ഇടം പിടിക്കാത്ത ഉലമ ബോർഡിൻ്റെ 17 ആവശ്യങ്ങളെക്കുറിച്ച്, നമ്മളെ സ്വാധീനിക്കാൻ പോകുന്ന 17 ആവശ്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അച്ഛാ, പോലീസിൽ ഒരു മുൻഗണന, ഇത് എന്ത് വിചിത്രമായ കാര്യമാണ്. ഉലമ ബോർഡിൻ്റെ 17 ആവശ്യങ്ങൾ അംഗീകരിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ശരത് പവാർ കൊടുത്ത മറുപടി ലെറ്റർ ലീക്കായി എന്നാണ് റിപ്പബ്ലിക് വേൾഡ് റിപ്പോർട്ട് ചെയ്യുന്നത്. MVA മുന്നണി മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വന്നാൽ വഖഫ് ബോർഡിന് 1000 കോടി രൂപ നൽകണമത്രേ. ഒരു സമുദായത്തിന് മാത്രം ആനുകൂല്യങ്ങൾ ലഭിക്കണമെന്ന് വാശി പിടിക്കുന്ന അഖിലേന്ത്യാ ഉലമ ബോർഡ് യഥാർത്ഥത്തിൽ ആരാണ്? കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ പല വാഗ്വാദങ്ങൾക്കും ഇടയായി തീർന്ന അഖിലേന്ത്യാ ഉലമ ബോർഡ് ഇന്ന് കേരളത്തിൽ കത്തി നിൽക്കുന്ന മുനമ്പം വിഷയം. ഈ വിഷയങ്ങളുമായി സംബന്ധിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പല കരുനീക്കങ്ങളെക്കുറിച്ചും ഇന്ത്യൻ ഉലമ ബോർഡിൻ്റെ ആവശ്യങ്ങളുടെ നിഗൂഢതകളെക്കുറിച്ചും ഇന്ന് നമ്മോട് പ്രതികരിക്കുവാൻ എത്തിയിരിക്കുന്നത് ഇന്നിൻ്റെ പ്രവാചക ശബ്ദമായ തറേക്കടവിലച്ഛനാണ്. അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, ഓൾ ഇന്ത്യ ഉലമ ബോർഡിൻ്റെ 17 ആവശ്യങ്ങളിൽ ഒന്നാണ് ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രവർത്തിക്കുക എന്നത്. യഥാർത്ഥത്തിൽ മറ്റുള്ള നിർദ്ദേശങ്ങൾ, ഈ 17 നിർദ്ദേശങ്ങളിൽ മറ്റുള്ളവ എന്തൊക്കെയാണ്? ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. നമ്മൾ ഇപ്പോൾ പാർലമെൻറ്റ് ഈ വഖഫ് നിയമ ഭേദഗതി ചർച്ച ചെയ്യാൻ പോവുകയാണ്, അല്ല ചർച്ച നടക്കുകയാണ്. പ്രതിപക്ഷം ഇത് എതിർക്കാനുള്ള ഒരു നിലപാട് നമ്മൾ കാണുന്നുണ്ട് ഈ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിൽ. നമ്മുടെ നാട്ടിൽ ആളുകൾ ഇങ്ങനെ, നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവനും ആളുകൾ വളരെ വിഷമതകളിലേക്ക് ഈ നിയമനിമിത്തം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഈ പ്രതിപക്ഷം ഇങ്ങനെ ഇതിനെ എതിർക്കുന്നത് എന്ന് നമ്മൾ അന്വേഷിച്ചാൽ ഇതിൻ്റെ പുറകിൽ മറ്റ് ചില കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാവും. ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇവിടെ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തതും, എന്നാൽ ദേശീയ മാധ്യമങ്ങൾ, അതായത് ഗ്ലോബൽ മാധ്യമമായിട്ടുള്ള റോയിറ്റേഴ്സിൻ്റെ ഇന്ത്യൻ പാർട്ട്ണറായ ടൈംസ് നൗ, അതുപോലെ റിപ്പബ്ലിക് വേൾഡ്, ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ചർച്ച ചെയ്യുന്നത്. അതായത് മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ നടന്നു എന്ന് നമുക്കറിയാം. ആ ഇലക്ഷന് 10 ദിവസങ്ങൾക്ക് മുമ്പ് MVA എന്ന് പറയുന്ന മഹാവികാസ് അഘാഡിക്ക്, അതാണ് അവിടുത്തെ നമ്മൾ പറയുന്ന ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്, അവർക്ക് ഓൾ ഇന്ത്യ ഉലമ ബോർഡ് അവർ 17 ആവശ്യങ്ങളടങ്ങിയ ഒരു നിബന്ധന, അതായത് മുസ്ലിങ്ങളുടെ വോട്ട് ഈ MVAക്ക് ലഭിക്കണമെങ്കിൽ 17 ആവശ്യങ്ങൾ നടത്തിക്കൊള്ളണം, അതിൽ 10 നടത്തി കൊടുക്കണം എന്നൊരു ഡിമാൻഡ് വെക്കുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് വോട്ട് ചെയ്യുകയുള്ളൂ എന്നൊരു ഡിമാൻഡ് വെക്കുകയുണ്ടായി. ഈ 17 ആവശ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒരെണ്ണമാണ് വഖഫ് നിയമ ഭേദഗതി എതിർക്കുക എന്ന് പറയുന്നത്. ഇന്ത്യ മുന്നണിയുടെ ഈ മഹാരാഷ്ട്രയിലെ പാർട്ട്ണർ എന്ന് പറയുന്നത് MVA ആണെന്ന് ഞാൻ പറഞ്ഞു. അതിനകത്ത് പ്രധാനമായിട്ടും 3 പാർട്ടികളാണുള്ളത്. ശിവസേനയുണ്ട്, നാഷണൽ കോൺഗ്രസ് ഉണ്ട്, പിന്നെ NCP ഉണ്ട്. ഇവർ 3 പേരും കൂടെ ചേർന്നതാണ്. ഇവർ BJPക്ക് എതിരെയാണ് മത്സരിക്കുന്നത്. ഇവര് വാസ്തവത്തിൽ ഇവർക്ക് ഈ ഉലമ ബോർഡ് കൊടുത്തിരിക്കുന്ന ആവശ്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ ഇതിന് വലിയ രീതിയിൽ ചർച്ചകളൊക്കെ ഓൾ ഇന്ത്യ ലെവലിൽ നടന്നതാണ്. നമ്മുടെ നാട്ടിൽ നടന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ആവശ്യങ്ങൾ വായിച്ചു നോക്കിയാൽ വളരെ നിഗൂഢമായിട്ടുള്ള ലക്ഷ്യങ്ങൾ അതിനകത്ത് ഉള്ളതായിട്ട് നമുക്ക് കാണാം. ഈ ആവശ്യങ്ങൾ ചിലത് ഞാൻ പ്രേക്ഷകരോട് പറയാം. ഒന്നാമതായിട്ട് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ വഖഫ് നിയമ ഭേദഗതി എതിർക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് 1000 കോടി രൂപ മഹാരാഷ്ട്രയിലെ വഖഫ് ബോർഡിൻ്റെ വികസനത്തിന് ഈ ഗവൺമെൻറ്, അതായത് ജയിച്ചു വരാൻ അനുവദിക്കണം എന്നുള്ളതാണ്. 1000 കോടി രൂപ അനുവദിക്കണം. മൂന്നാമത്തത് വഖഫ് ബോർഡിലേക്ക്, മഹാരാഷ്ട്ര വഖഫ് ബോർഡിലേക്ക് 500 ജോലിക്കാരെ നിയമിക്കണമെന്നുള്ളതാണ്. അടുത്തത് ഇമാമുകൾക്കും മൗലാനമാർക്കും 1500 രൂപ വീതം ശമ്പളം കൊടുക്കണമെന്നുള്ളതാണ് മറ്റൊരാവശ്യം. അതായത് ഗവൺമെൻറ് ശമ്പളം വരുന്നത് പോലെയാണ് ഇപ്പോൾ വരുന്നത്. കാരണം ഈ വഖഫ് ബോർഡിൻ്റെ പണം തികയാതെ വരുമ്പോൾ അത് ഈ ഗവൺമെൻറ് അലവൻസുകളും ഗ്രാൻറ്റുകളും ഒക്കെ കൊടുത്താണ് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കുറച്ചധികം ആവശ്യങ്ങൾ നമുക്ക് കാണാം. തുടർന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ
ജോലിയിലും വിദ്യാഭ്യാസത്തിലും മറ്റു കാര്യങ്ങളിലും മുസ്ലിങ്ങൾക്ക് 10% റിസർവേഷൻ വേണമെന്നാണ് അവരാവശ്യപ്പെടുന്നത്. മറ്റൊരാവശ്യം RSSനെ നിരോധിക്കണമെന്നുള്ളതാണ്. വേറൊരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് പോലീസിൽ മുസ്ലിം യുവജനങ്ങൾക്ക് പ്രാതിനിധ്യം റിസർവേഷൻ നൽകണമെന്നുള്ളതാണ്. അപ്പം ഈ ആവശ്യങ്ങളുടെയൊക്കെ പുറകിൽ കിടക്കുന്ന ചിന്ത എന്താണ് എന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടി വരും. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, 2012 മുതൽ 24 വരെ കാലഘട്ടത്തിൽ കലാപത്തിൻ്റെ പേരിൽ ജയിലിൽ അടച്ചിരിക്കുന്ന മുസ്ലിം യുവജനങ്ങളെ ഫ്രീ ആയിട്ട് വിടണം എന്നുള്ളതാണ്. ഈ കലാപം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം. 2012 നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നിടത്തോളം ആസാമിലുണ്ടായിരുന്ന സാമൂഹ്യ സംഘർഷം, അവിടെ രോഹിംഗ്യൻ മുസ്ലിങ്ങളെ അവരാക്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹാരാഷ്ട്രയിൽ യുവജനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കലാപങ്ങളാണ്. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക, മീഡിയകളുടെ വണ്ടികളൊക്കെ തകർക്കുക, അതുപോലെ പൊതു സമ്പത്ത് നശിപ്പിക്കുക, ഇങ്ങനെയുള്ള കലാപത്തിനകത്തിട്ടവരെയാണ് പുറത്ത് ഫ്രീ ആയിട്ട് വിടണമെന്ന് പറയുന്നത്. പിന്നെ അവരുടെ ഒരു പ്രധാന ആവശ്യം പറയുന്നത് മുസ്ലിങ്ങളുടെ പ്രവാചകനെതിരെ സംസാരിച്ച ഹിന്ദു സന്യാസിയായിട്ടുള്ള രാമഗിരി മഹാരാജനെയും BJP MLA നിതേഷ് റാണയെയും ജയിലിൽ അടയ്ക്കണമെന്നുള്ളതാണ്. ഒപ്പം നിൽക്കുന്നത് അവരുടെ പ്രവാചകനെതിരെ സംസാരിക്കുന്നവർക്കെതിരെ കേസെടുക്കാനുള്ള നിയമം ഉണ്ടാക്കണം എന്നുള്ളതാണ്. നിയമ നടപടി സ്വീകരിക്കണം. ഇങ്ങനെ പോകുന്നു ഈ ആവശ്യങ്ങളുടെ ലിസ്റ്റ്. ഈ ആവശ്യങ്ങൾ നമ്മൾ വായിച്ചാൽ ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഇച്ചിരി മനസ്സിലാക്കാനായിട്ട് എളുപ്പമുണ്ട്. അതായത് ഇത് മൂന്ന് എങ്ങോട്ടാണ്. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ ഈ MVAക്ക് ഇവർ വോട്ട് ചെയ്യാനായിട്ട് സന്നദ്ധമാവുകയുള്ളൂ എന്നാണ്. ഇനി വളരെ മിസ്റ്റീരിയസ് ആയിട്ട് കിടക്കുന്ന 1-2 ആവശ്യങ്ങൾ അതിനകത്ത് കണ്ടു. ഒന്ന്, 31 MPമാർ ചേർന്ന് മൗലാന സൽമാൻ അസാരിയുടെ മോചനം ആവശ്യപ്പെടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആവശ്യപ്പെടുന്നത് 8-ാം തീയതി 9-ാം തീയതി മറ്റാണ്, നവംബറിൽ 10 ദിവസങ്ങൾക്ക് മുമ്പാണ്. വാസ്തവത്തിൽ ഇദ്ദേഹത്തെ മൗലാന സൽമാൻ അസാരിയെ സുപ്രീം കോടതി 18-ാം തീയതി ഒക്ടോബർ 18-ാം തീയതി ഓൾറെഡി റിലീസ് ചെയ്തതാണ്. അപ്പോൾ ഈ ആവശ്യത്തിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ഒന്നെങ്കിൽ മുസ്ലിം സമൂഹത്തെ അവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് ധരിപ്പിക്കാനായിരിക്കാം, ഇല്ലെങ്കിൽ ഇനി വരുന്ന ഗവൺമെൻറ് ഇയാളുടെ കാര്യത്തിൽ ഇടപെടരുന്നുള്ള കാര്യത്തിലായിരിക്കും. ഇങ്ങനെ എന്തോ ഒരു മിസ്റ്റീരിയസ് ആയിട്ടൊരു സ്വഭാവം അതിന് കാണുന്നുണ്ട്. വേറെ ഇതുപോലെ തന്നെ ഒരു ആവശ്യമാണ്, അടുത്ത തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 50 സീറ്റുകൾ മുസ്ലിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നത്. അതും ഈ ഇലക്ഷന് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ സാഹചര്യത്തിൽ ഈ ആവശ്യത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ ഇത് ആവശ്യം മുൻകൂട്ടി അവരെറിയുന്നതായിരിക്കാം. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, മഹാരാഷ്ട്രയിൽ 80%, അതായത് 79.89% ഹിന്ദുക്കളാണ്. മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് 11.54%. അവരാണ് ഈ നമ്പറുകളും ഈ നമ്മൾ മുമ്പേ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഉലമാ ബോർഡ് നിർദ്ദേശിച്ച ആ ചില നിർദ്ദേശങ്ങൾ അത് വളരെ വിചിത്രമായിരിക്കുന്നു വെച്ചാൽ അച്ഛൻ പറയുകയുണ്ടായല്ലോ. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഉലമാ ബോർഡ്? ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമോ? ആരാണ് ഉലമാ ബോർഡ് എന്ന് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. നമുക്ക് അത് നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടുന്നതേ ഉള്ളൂ. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. നമ്മുടെ നാട്ടിൽ മുസ്ലിം ലീഗ് ഒക്കെ ഉണ്ട്, അതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല ഉലമാ ബോർഡ് എന്ന് ആദ്യമായിട്ട് നമ്മൾ ഗ്രഹിക്കണം. രണ്ടാമത്തത് എന്താണെന്ന് ചോദിച്ചാൽ അത് ബന്ധപ്പെട്ട കാര്യമാണ്. ഇസ്ലാമിക നിയമങ്ങളും ദൈവശാസ്ത്രത്തിലും അതുപോലെ കർമ്മശാസ്ത്രത്തിലുമൊക്കെ അഗാധമായ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരുടെ ആ കൂട്ടമാണ് ഈ ഉലമാ ബോർഡ് എന്ന് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടിയല്ല. മുസ്ലിങ്ങൾക്ക് മതപരമായതും സാമൂഹ്യമായതും അതുപോലെ നിയമപരമായതുമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ ഉലമാ ബോർഡാണ് നൽകുന്നത്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് സുന്നി വിഭാഗത്തിൽപ്പെട്ടതാണ്, പരമ്പരാഗത മുസ്ലിങ്ങളാണ്. തെക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പാരമ്പര്യത്തിൽപ്പെട്ടവരാണ് ഇവർ എന്ന് ഓർക്കണം. ഈ തെക്കൻ ഏഷ്യയിൽ ഏറ്റവും വലിയ പാരമ്പര്യത്തിൽപ്പെട്ടവരാണ്. UP-യിൽ, മഹാരാഷ്ട്രയിൽ, ബീഹാറിൽ, വെസ്റ്റ് ബംഗാൾ എന്നിവിടങ്ങളെല്ലാം ഇവർ വളരെ സ്വാധീനമുള്ള ഒരു കൂട്ടരാണ്. ആയിരക്കണക്കിന് മദ്രസകൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ഇസ്ലാമിക സൂഫികളെയൊക്കെ ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും ഖബറുകൾ സന്ദർശിക്കുന്നവരും ഒക്കെയാണ്. ഇനി ഇവരുടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത, ഇന്നത്തെ പശ്ചാത്തലത്തിൽ തീവ്ര ചിന്തകൾ സ്വീകരിക്കുന്നവരല്ല എന്നതാണ് ഇവരെ.
ഇവര് തീവ്ര ചിന്തകളുള്ള വഹാബികളോ ദേവബാൻഡുകളോ അഹ്ലെ ഹദീസ് സ്കൂളിനൊക്കെ എതിരായിട്ട് നിന്നുകൊണ്ട്, അതായത് ഒരുവിധം സമാധാനപൂർണമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഉലമാ ബോർഡ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതിൽ പറയുന്നത്. അതുപോലെ തന്നെ തീവ്രവാദത്തെ ഒരു പരമാവധി എതിർക്കാറുണ്ടെന്നും പറയുന്നു. ഇങ്ങനെ ഒരു ബോർഡിൽ നിന്നാണ് ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 17 ആവശ്യങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേക ശ്രദ്ധേയമാണ്. നമ്മുടെ നാട്ടിലെ മോഡറേറ്റ് ആയിട്ടുള്ള മുസ്ലിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്ന ഇവരാണ്. അതുപോലെ തന്നെ മതപഠനം പ്രോത്സാഹിപ്പിക്കുക, മുസ്ലിങ്ങളുടെ പുരോഗമനം ഉറപ്പുവരുത്തുക, അവരുടെ ഇടയിൽ വഴക്ക് തീർക്കുക, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇവർ ഈ മോഡറേറ്റ് ആണ് എന്ന് പറയുന്ന ആളുകൾ, അവർ മോഡറേറ്റ് ആണ് അവരുടെ ചിന്തയിൽ ചിന്തിക്കുന്ന ആളുകൾ. അത് 80% ഹിന്ദുക്കളും പിന്നെ ക്രിസ്ത്യാനികൾ 1% ഉള്ളൂ. 6%, 5.81% മഹാരാഷ്ട്രയിൽ ബുദ്ധമതക്കാരാണ്. മറ്റുള്ളവർ, അതായത് സിഖ് മതക്കാർ, ജൈന മതക്കാർ ഏതാണ്ട് 2% ഉണ്ട്. ഇവർ 11% ഉള്ളത്. ഇങ്ങനെ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ഈ 11% വേണ്ടി ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ ആവശ്യം ഉന്നയിക്കുക, എങ്കിൽ മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ഒരു അസ്വസ്ഥത തോന്നാറുണ്ട്. മതപരമായിട്ടുള്ള ഇവർ മതപരമായിട്ടുള്ള ലീഡർഷിപ്പാണല്ലോ. മതപരമായിട്ടുള്ള ഈ നേതൃത്വം അവരുടെ ആളുകളെ അവരുടെ വരുത്തി കൊണ്ടുവരുന്നു എന്നത് ഒരു ഭാഗം. കാരണം ഇവർ ഫത്വകളെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊതു രാഷ്ട്രീയ നേതാക്കളെ ഇങ്ങനെ സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കുകയും അവർ സ്വാധീനിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൽ അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയാണ്. അച്ഛാ, ഈ മുനമ്പം അതുപോലെ തന്നെ ഇന്ത്യയിലെയും കേരളത്തിലെയൊക്കെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇപ്പോൾ വളരെ പ്രശ്നമായിട്ട് നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഓൾ ഇന്ത്യ ഉലമാ ബോർഡ് ഉന്നയിച്ച ഈ അവകാശവാദങ്ങൾ എങ്ങനെ നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് ഒരു ഭീഷണിയായി മാറുന്നു? തീർച്ചയായിട്ടും അവലെ നമ്മൾ മുനമ്പത്തിൻ്റെ ഈ പ്രശ്നം ചർച്ച ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ പാർലമെൻറ്റിലെ ചർച്ചകളും അതിനുശേഷം ജോയിൻറ്റ് പാർലമെൻറ്റ് കമ്മിറ്റിയുടെ വാർത്തകൾ കേട്ടതൊക്കെ വളരെ നിരാശാജനകമായിട്ടുള്ള വാർത്തകളാണ്. കാരണം അവർ ചർച്ച ചെയ്യേണ്ടതിന് വരും ബഹളം ഉണ്ടാക്കുക എന്നാണ് നമ്മൾ മീഡിയയിലൂടെ കേട്ടത്. അപ്പോൾ എന്തു വന്നാലും ഈ വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കും എന്നുള്ളൊരു നിലപാട് അവർ സ്വീകരിച്ചു എന്നുള്ളത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ജനത്തിൻ്റെ ആ ഒരു പ്രശ്നങ്ങളിലേക്കല്ല അവരുടെ ശ്രദ്ധ വരുന്നതെന്ന് ഓർക്കണം. കൂടാതെ ഈ മഹാരാഷ്ട്രയിൽ തന്നെ ഇലക്ഷന് തൊട്ട് മുമ്പ് 5 ദിവസം മുമ്പ്, ഇങ്ങനെയാണ് ടൈംസ് നൗ റിപ്പോർട്ട് ചെയ്യുന്നത്, 5 ദിവസം മുമ്പ് ഓൾ ഇന്ത്യ മുസ്ലിം ലോ ബോർഡ് ഇവർ ഈ MVAക്കല്ലാതെ BJPക്കാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ അവർക്കെതിരെ സാമൂഹ്യ ഭ്രഷ്ട് കൽപ്പിച്ചുകൊണ്ട് ഫത്വ നൽകിയിട്ടുണ്ട്. അതായത് അവർക്ക് മുസ്ലിങ്ങൾ ഇവർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള, അത് BJPക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം അതായത് ഇന്ത്യൻ രാജ്യത്തിൻ്റെ നിയമവും സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതുമാണ് വോട്ട് ചെയ്യുക ആർക്ക് ചെയ്യുകയാണെന്നുള്ളതൊക്കെ ഉള്ളത് ഇന്ത്യൻ ഭരണഘടനയിലുള്ളതാണ്. അത് പാടില്ല എന്നുള്ള നിയമം ഇവർ മതപരമായിട്ടാണ് അവർ കൊടുക്കുന്നത്, അതൊക്കെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള മൂവ്മെൻറ്റുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കുന്നത്. ഇത് ഇവിടെ മാത്രമല്ല, ജാർഖണ്ഡിലും ഇതുപോലെ തന്നെ ജമിയത്ത് ഉലമ ഹിന്ദ് ഇവർക്ക് വോട്ടർമാർക്ക് ഈ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന് ഫത്വ കൊടുത്തിരുന്നു എന്നാണ് നമ്മൾ മീഡിയയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അപ്പം ഇതിങ്ങനെ വളരെ നിശിതമായ അല്ലെങ്കിൽ വളരെ ഉറച്ച തീരുമാനത്തോടുള്ളൊരു മൂവ്മെൻറ്റ് നമ്മൾ കാണുമ്പോൾ ഇത് പല ചോദ്യങ്ങളും നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. മുൻപത്തെ കാര്യങ്ങൾ ചർച്ചാ വിഷയമായതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിലെല്ലാം കുറച്ചെങ്കിലും ഈ സോഷ്യൽ മീഡിയയിലൂടെയെങ്കിലും കുറച്ചധികം ചർച്ച കേരളത്തിൽ വരാനായിട്ട് ഇടവന്നത്. വാസ്തവത്തിൽ ലോകത്ത് പലസ്തീനായിലോ അതുപോലെ ഏതെങ്കിലും ഇസ്ലാമിക രാഷ്ട്ര തുർക്കിയിലോ ഒക്കെ വരുന്ന വാർത്തകൾ ഇവിടുത്തെ മാധ്യമങ്ങൾ വളരെ ദീർഘമായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോശമായിട്ടൊരു കേസ് വരികയാണെങ്കിൽ ഉടനെ അത് മാസങ്ങൾ നീണ്ട് ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനങ്ങളെയും ബാധിക്കുന്ന ഈ വിഷയങ്ങളൊന്നും ഒരു മാധ്യമത്തിലും ചർച്ച ചെയ്തതായിട്ട് നമ്മൾ കണ്ടില്ല എന്നതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ വലിയ ഒരു പ്രശ്നം, അതായത് ഈ സത്യങ്ങളൊക്കെ മൂടിവെച്ച് ഇത് മുമ്പോട്ട് പോകാനുള്ളൊരു പ്രവണത നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങളിലുണ്ട് എന്നുള്ളത് ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഒന്നാമത്തത്. മറ്റത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് ഈ ഇസ്ലാമിലെ തീവ്രവാദ ഗ്രൂപ്പുകൾ, നമ്മൾ PF ഗ്രൂപ്പുണ്ട്, അവരുടെ ഒരു ആവശ്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് മോഡറേറ്റ് ആയിട്ട് നമ്മൾ കരുതുന്ന നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങളുടെ നേതൃത്വ നിരയുടെ ഒരു ആവശ്യമാണ്, രാഷ്ട്രീയ പാർട്ടികളുടേതല്ല. മൂന്നാമത്തത്,
നമ്മൾ സാധാരണ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ വഖഫ് അള്ളാഹുവിന് കൊടുത്തതാണെന്നാണ് പറയുന്നത്. വഖഫ് അള്ളാഹുവിന് കൊടുത്തതാണെങ്കിൽ അതിന് നമ്മുടെ പാവപ്പെട്ട ജനത്തിന് നികുതിപ്പണം എടുത്തിട്ട് അതിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഒരു പൊതു സംവിധാനത്തിലുള്ള ഗവൺമെൻറ്റിനോട് നിബന്ധന വെക്കുകയും അതനുസരിച്ച് വോട്ട് ചെയ്യുകയും ചെയ്യുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ടിൻ്റെ വിലയാണ് അവർ മേടിക്കുന്നത്. പക്ഷേ അത് ഈ സംവിധാനത്തെ, നമ്മുടെ മതേതര സംവിധാനത്തെ എവിടെ കൊണ്ട് എത്തിക്കും എന്ന് ആലോചിക്കണം. 1000 കോടി രൂപ ചോദിക്കുമെന്ന് പറയുന്ന നിസ്സാര പൈസയൊന്നുമല്ല. അതുപോലെ തന്നെ ഈ ഇമാമുകൾക്ക് ശമ്പളം കൊടുക്കണമെന്ന് പറയുന്നതും അതിന് ചേർന്ന്, അതായത് അത് അവരുടെ മതപരമായിട്ടൊരു കാര്യമാണെങ്കിൽ അത് അവർ ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. ഒരേ സമയത്ത് സ്വന്തം മതത്തിൻ്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനായിട്ട് ഇവരിങ്ങനെ തത്രപ്പെടുകയും അവർക്കത് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ടെന്ന് പറഞ്ഞാൽ അവർ ബുദ്ധിപൂർവ്വം കാര്യം ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നുള്ളൂ, ചെയ്യും. അതേ സമയത്ത് മറ്റ് മതങ്ങളെയും സംവിധാനങ്ങളെയും സംസാരിക്കുന്നവരൊക്കെ നിശബ്ദരാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത അതിങ്ങനെ വളർന്നു വരികയും നമ്മുടെ രാഷ്ട്രീയക്കാർ അതിന് അംഗീകാരം നൽകുകയും ചെയ്യുന്നു എന്ന് കാണുന്നത് വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. പോലീസിൽ എന്തിനാണ് റിസർവേഷൻ? നമ്മളതൊക്കെ ആലോചിക്കണമല്ലോ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ഇനി നടക്കാൻ പോകുന്നത് ഏത് വിധത്തിലായിരിക്കും? കലാപത്തിന് ജയിലിലടച്ച ആളുകളെയൊക്കെ ഫ്രീ ആയിട്ട് വിടണമെന്ന് പറഞ്ഞാൽ ഭാവി സമൂഹത്തെക്കുറിച്ച് എന്താണ് ഇവർ ചിന്തിക്കുന്നത്? നിരന്തരമായ കലാപം ഉണ്ടാകണമെന്നാണോ? അത് ഇവിടുത്തെ നിയമമാകണമെന്നാണോ? അപ്പോൾ ഇവരെ ഇങ്ങനെ അധികാരത്തിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് PFI ഒക്കെ കുറേ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. അവർ ഇന്ത്യൻ സംവിധാനങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് സുപ്രീം കോടതിയുടെ ഡൽഹി ഹൈക്കോടതിയുടെ റിപ്പോർട്ടും ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ആ ആളുകളെയൊക്കെ തുറന്നു വിടണമെന്ന് പറയുമോ ഇപ്പോൾ ഉടനെ? ഇത് നമ്മൾക്ക് ആകുലത ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എങ്ങോട്ടാണ് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്വന്തം പ്രവാചകനെതിരെ സംസാരിച്ചാൽ നിയമ നടപടി സ്വീകരിക്കണമെന്ന് പറയുന്നതും മറ്റുള്ളവരെ എല്ലാം പലപ്പോഴും ഈ വിഭാഗത്തിൽപ്പെട്ട അവർ തന്നെ ആയിരിക്കണമെന്നില്ല, അവരുടെ വിഭാഗത്തിൽ മറ്റാളുകളായിരിക്കാം, നിരന്തരമായിട്ട് അധിക്ഷേപി സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ യുക്തി എന്താണ്? ഇതിൽ ഏറ്റവും അപകടകരമായിട്ടൊരു കാര്യം എന്താണെന്നറിയാമോ? ഈ ഉലമാ ബോർഡ് കൊടുത്ത ഈ 17 നിർദ്ദേശങ്ങൾ മഹാരാഷ്ട്രയിലെ റിപ്പബ്ലിക് വേൾഡ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച്, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു TV ആണ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് 9-ാം തീയതി ഈ മുന്നണിയിൽ NCP അത് സ്വീകരിച്ച് അവരോട് സന്തോഷം പ്രകടിപ്പിച്ച് വോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞതിന്. അതായത് ഇവരെ ഉന്നയിച്ച ആവശ്യങ്ങൾ ഈ മുന്നണി സ്വീകരിക്കുന്നു എന്ന് എല്ലാവരും പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷേ സ്വീകരിക്കുന്നു എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് നമ്മളെ ഭയപ്പെടുന്ന കാര്യമാണ്. കാരണം ഇങ്ങനെയുള്ള ആവശ്യങ്ങളാണ് അംഗീകരിച്ച് മുമ്പോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് ഈ സംവിധാനത്തെ ഒത്തിരി നാൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? അപ്പോൾ എപ്പോഴും വീണ്ടും ഞാൻ അനുസ്മരിപ്പിക്കുകയാണ്, മതപരമായിട്ടുള്ളൊരു സംവിധാനം ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. അവരുടെ ആളുകൾക്ക് നിർബന്ധമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, അത് അവരുടെ കാര്യമാണ്, എന്തെങ്കിലും ചെയ്യട്ടെ. അതിനുശേഷം ആ നിർദ്ദേശങ്ങളിലൂടെ പൊതുസംവിധാനത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന ഒരു ചിത്രം സമൂഹത്തിൽ ഇങ്ങനെ ഉണ്ടായി വരുമ്പോൾ അത് എല്ലാവരിലും ആശങ്ക ജനിപ്പിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മഹാരാഷ്ട്രയിൽ ഓൾ ഇന്ത്യ ഉലമാ ബോർഡ് ഉന്നയിച്ച 17 ആവശ്യങ്ങൾ വിചിത്രമായി ആർക്കും വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത ചില കാര്യങ്ങൾ ഇന്ന് നമ്മളുമായി ചർച്ച ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിച്ച ബഹുമാനപ്പെട്ട ആന്റണി അച്ഛന് ഷെക്കിന പ്രേക്ഷകരുടെ പേരിൽ ഏറെ സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുകയാണ്.